അലൈക്കും പ്രിയപ്പെട്ട മക്കളെ, നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് 3ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനാണ്. 3ാം ക്ലാസ്സിൽ ലിസാനുൽ ഖുർആൻ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പ്രധാനപ്പെട്ട പദങ്ങൾ നമ്മൾ പഠിക്കുന്ന ഒരു സമയമാണ്. ഡയറക്ഷന്, ഇഷാറത്തിന് അല്ലെങ്കിൽ സൂചനാ പദങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്നുള്ള പദങ്ങൾ, ദിസ്, ദാറ്റ്, മൈ, മീ, അയാം എന്നൊക്കെയുള്ള സാധനങ്ങളെ എങ്ങനെ നമുക്ക് അറബിയിൽ പറയാം എന്നുള്ളതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞാൽ, ഒന്ന് ദിസ് നമ്മൾ പഠിക്കുന്നുണ്ട്, ഓക്കെ, മൈ അത് പഠിക്കുന്നുണ്ട്, ഐ ആം അത് പഠിക്കുന്നുണ്ട്. ഇത് 3 നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുന്നത്. ഓക്കെ, ദിസ് ദാറ്റ് എന്നുള്ളതിന് ദിസ്സിന് നമുക്ക് എന്താ പറയാം, ഹാദ എന്ന് പറയാം, അല്ലെങ്കിൽ ഹാദിഹി എന്ന് പറയാം. മൈക്ക് നമ്മൾ ലാസ്റ്റിൽ ഒരു യാ ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ കലമീ കണ്ടോ, യാ ഇട്ട് കൊടുത്താൽ മതി അവസാനത്തിൽ. ഐ ആം എന്ന് പറഞ്ഞാൽ നമുക്ക് ആന ഇട്ട് കൊടുക്കാം. ഓക്കെ, 3 മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദിസ് എന്നാണെങ്കിൽ ദിസ് ഈസ് എ പെൻ, ദിസ് ഇത് എന്നുള്ളതിനാണെങ്കിൽ നമുക്ക് ഹാദ എന്ന് പറയാം, ഹാദിഹി എന്ന് പറയാം. പക്ഷേ ഹാദ പറയുമ്പോൾ അത് ബോയ്സിന് മാത്രമേ പറയൂ. ഓക്കെ, അല്ലെങ്കിൽ ലാസ്റ്റിൽ താ ഇല്ലാത്തതാണെങ്കിൽ അവിടെ ഹാദ എന്ന് പറയും. ലാസ്റ്റിൽ താ ഉള്ളതാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയും, ഹാദിഹി എന്നും പറയും. മൈ എൻ്റെ എന്ന് പറയാൻ നമ്മൾ എന്ത് പറയും, അവസാനത്തിൽ ഒരു യാ ഇട്ട് കൊടുക്കും. അന ഞാൻ എന്ന് പറയാനാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഇട്ട് കൊടുക്കും, അന എന്നും ഇട്ട് കൊടുക്കും. ഓക്കെ, ഇതാണ് ഈ പാഠത്തിൻ്റെ ഏറ്റവും ബേസിക്. ബാക്കി നമുക്ക് പെട്ടെന്ന് പാഠത്തിലേക്ക് പോകാം. പാഠത്തിൻ്റെ പേര് ഹാദ കലമി. ഹാദ ഇത്, കലമി എൻ്റെ പേനയാണ്. യാ വന്നതുകൊണ്ടാണ് എൻ്റെ എന്ന് വന്നത്. ഇതെൻ്റെ പേനയാണ്. പിന്നെ അനദാരിസുൻ, അന എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ ആരാണ്, വിദ്യാർത്ഥിയാണ്. അനദാരിസത്തുൻ, ഞാൻ ആരാണ്, വിദ്യാർത്ഥിനിയാണ്, ഒരു ഗേളാണ്. ഇവിടെ അനദാരിസുൻ ലാസ്റ്റിൽ താഴില്ല, അപ്പോൾ ബോയിയാണ്. ഇവിടെ താഴുണ്ട്, താത്തൻ്റെ താഴുണ്ട്, അപ്പോൾ ഇതാരാണ്, ഗേളാണ്. അൻറ്റി ഉഖ്തി, നീ ആരാണ്, എൻ്റെ സഹോദരിയാണ്. നീ എൻ്റെ സഹോദരിയാണ്. അൻത അഹി, നീ എൻ്റെ സഹോദരനാണ്. ഇയാൾ ശ്രദ്ധിക്കട്ടോ. പിന്നെ അതാ കലമി, ഇത് എൻ്റെ പേനയാണ്. കലമി ലാസ്റ്റിൽ ആവുന്നു. കലമു ഫിൽ ജൈബി, പേന എവിടെയുള്ളത്, പോക്കറ്റിലാണുള്ളത്. കലമു പേന, അൽ ജൈബ് പോക്കറ്റിൽ എന്ന് പറയാനാണ് ഇവിടെ എന്ത് ഉപയോഗിച്ചത്, ഫീ ഉപയോഗിച്ചത്. ഓക്കെ, പിന്നെ ഹാദിഹി ഹിറത്തുൻ, ലാസ്റ്റിൽ താഴ് വന്നപ്പോൾ ഇവിടെ എന്തായി, ഹാദിഹിയായി. ഹാദിഹി ഹിറത്തുൻ, ഇത് പൂച്ചയാണ്. അൽ ഹിറത്തു അല ഷജറത്തി, പൂച്ച എവിടെയുള്ളത്, മരത്തിൻ്റെ മുകളിലാണുള്ളത്. ഹിറത്ത് എന്ന് പറഞ്ഞാൽ പൂച്ചയാണ്, ഷജറത്ത് എന്ന് പറഞ്ഞാൽ മരമാണ്. മരത്തിൻ്റെ മുകളിലാണെന്ന് പറയാനാണ് നമ്മളിവിടെ എന്ത് ഉപയോഗിച്ചത്, അല ഉപയോഗിച്ചത്. മൻ ഹാദ, ഇതാരാണ്. അപ്പോൾ നമ്മളെന്ത് പറയും, മൻ ഹാദ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് ആൻസർ എങ്ങനെ പറയാം, ഈ മന്നെ നമ്മൾ ആൻസറിൽ വെട്ടിക്കാടും. എന്നിട്ട് ഹാദിന് നേരെ അങ്ങോട്ട് എടുക്കും, ഹാദാ ബി, ഇതെൻ്റെ ഉപ്പയാണ്. മൻ ഹാദിഹി, ഇതാരാണ്. അപ്പോൾ നേരെ ഹാദിഹി ഫസ്റ്റിൽ ഇടുക, എന്നിട്ട് ആരാണോ അവരെ പേര് എഴുതി കൊടുക്കുക, ഹാദിഹി ഉമ്മി, ഇതെൻ്റെ ഉമ്മയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അത് മനസ്സിലാക്കി പഠിക്കുക. ഒന്ന്, അന എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ എന്നാണ്. അൻറ്റി എന്ന് പറഞ്ഞാൽ നീ എന്നാണ്. ഓക്കെ, ഇനി അൻതാന്നാണെങ്കിലും നീ എന്നാണ്, അനാന്നാണെങ്കിൽ ഞാനാണ്. പക്ഷേ ഇതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലാസ്റ്റിൽ താ ഉണ്ടെങ്കിൽ, അവിടെ ഒരു താ ഉണ്ടെങ്കിൽ അത് ഗേളാണ്, താ ഇല്ലെങ്കിൽ അവിടെ അതെന്താണ്, ബോയിയാണ്. ഓക്കെ, പിന്നെ ഹാദ എന്ന് പറഞ്ഞാൽ ഇതെന്നാണ്. ഫീ എന്ന് പറഞ്ഞാൽ നമ്മൾ പോക്കറ്റിൽ ഈ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫീ യൂസ് ചെയ്തത്. പിന്നെ ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. പക്ഷേ ഹാദിഹി പറയണമെങ്കിൽ അവിടെ എന്ത് വേണം, അവസാനത്തിൽ ഒരു താ വേണം. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മൻ ഹാദ എന്നുള്ളൊരു ചോദ്യമാണെങ്കിൽ, ഇതാരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ പറയുമ്പോൾ ഈ ഹാദിനെ നമ്മൾ ഫസ്റ്റിൽ എടുത്ത് എഴുതും. എന്നിട്ട് ആരോടാണോ നമ്മൾ ചോദിക്കുന്നത് അയാൾ രണ്ടാമത് എഴുതും. ഹാദാ ബി, എൻ്റെ ഉപ്പയാണ്. മൻ ഹാദാൻ ചോദിക്കുമ്പോൾ ഹാദാനെ ഫസ്റ്റ് എഴുതും.